ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800120. നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നാ ഓണത്തിന് ട്രിപ്പ് വന്ന പ്ലാൻ പറട്ടാ. അതായത് സംഭവം എന്തെന്ന് വെച്ചാല് നമ്മള് ഫസ്റ്റ് നേരെ കന്യാകുമാരി വിടുന്നു. കന്യാകുമാരി ഓക്കെ. അവിടെ നേരെ മൂന്നാർ, അവിടുന്ന് വട്ടവട വന്ന് കറങ്ങിയിട്ട് നേരെ മംഗലം. എടാ മണ്ടക്കോണാപ്പി, ഈ സ്ഥലങ്ങളൊക്കെ എവിടെയാണെന്നറിയൂ? അറിയാലോ, കന്യാകുമാരി തമിഴ്നാട്ടില്, മൂന്നാറ് കേരളത്തില്, മംഗലാപുരം ഇവിടെ മംഗലാപുരം അല്ലേ? ഇവിടെ കർണാടക. കർണാടക. മൂന്ന്. ചേച്ചി, ഈ മൂന്ന് രാജ്യത്താണ് കിടക്കണത്. മൂന്ന് സംസ്ഥാനം. എന്റെ പൊന്നനിയ, എടാ നമ്മളൊരു കാര്യം പ്ലാൻ ചെയ്യുമ്പോ അത് പോകാൻ പറ്റുന്നതായിരിക്കണം, മനസ്സിലായ? ഇവിടെ എന്ത് പോകാൻ പറ്റൂലേ? പോകാൻ വണ്ടിയൊക്കെ പോകുന്ന സ്ഥലമാണല്ലോ. നിന്റെ അടുത്തേ പറഞ്ഞിട്ട് കാര്യമില്ല, നീ എനിക്ക് പോയേ. ചേച്ചി, യാത്ര എന്ന് പറയുമ്പോ പല ദേശങ്ങള്, പല സംസ്ഥാനങ്ങള്, പല പല അരുവികള്, പല കുരുവികൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 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 പടർന്ന് കിടക്കണയാണ്. ആണാ? ഇതിനൊക്കെ കാശാലി വരുവാക്കും. ചേച്ചി, ഈ ചേച്ചി നമ്മുടെ അമ്മൂമ്മയുണ്ട്, അമ്മായിയുണ്ട്, പിന്നെ നമ്മുടെ ആരൊക്കെ ഉണ്ട്, പിന്നെ ചേച്ചിയുണ്ട്. ഞാൻ ചേച്ചി കുറെ ഇപ്പൊ ചെലവാക്കും. എനിക്ക് പോടാ അവിടുന്ന്. വേറെ വല്ല പ്ലാൻ ഉണ്ടെങ്കിൽ കൊണ്ടുപോവാ. നടക്കൂല. അങ്ങനെയാണെങ്കിൽ ചേച്ചി മൂന്നാറങ്ങ് നമുക്ക് ക്യാൻസൽ ചെയ്യാം. നീയേ നിന്റെ മുരളിയും കൂട്ടി അങ്ങ് പോയാ മതി. എന്നാ പിന്നെ ഞാൻ പോവാ. ചേച്ചി കാശ് തരൂ. വാലിരിക്കടെ കേക്കരുത് കേട്ടോ കേശു. സംസാരിച്ചോണ്ടിരിക്കില്ല, പോയിട്ട് പിന്നെ വന്നേ. ഞാനൊരു കാര്യം അങ്ങോട്ട് പറയട്ടെ. നിനക്ക് ചായ ഇടയ്ക്കിടയ്ക്ക് കുടിക്കണമെങ്കിൽ നീ കുടിച്ചോ, എന്നിട്ട് ഗ്ലാസ് കൊണ്ടൊന്ന് മര്യാദയ്ക്ക് അടുക്കള കൊണ്ടുവെക്കണം. ഇതിപ്പോ ഞാൻ എവിടെ നോക്കിയാ ഗ്ലാസ് നടന്ന് പറക്കിയെന്നറിയാവോ? ഒരെണ്ണം മാവിന്റെ കൂട്ടിന്ന്, ഒരെണ്ണം ഊഞ്ഞാലിന്റെ കൂട്ടിന്ന്, ഒരെണ്ണം ഇവിടുന്ന്, ഒരെണ്ണം ഇവിടുന്ന്. ചായ കുടിക്കും, ഗ്ലാസ് മര്യാദയ്ക്ക് കൊണ്ടുവെക്കത്തില്ല. അതിന്റെ പുറമെ ഞാൻ നടന്നോണം പറക്കാന്. നിനക്കൊക്കെ കൊണ്ടുവച്ചാലെന്താ? മറന്നുപോയതാ നിന്റെ ഒരു മറവി. ഇനി നിനക്ക് ഗ്ലാസിനകത്ത് ഒരു തുള്ളി വെള്ളം തരത്തില്ല. കൊടുക്കരുത് അമ്മൂമ്മ, ഒരു തുള്ളി വെള്ളം പോയിട്ട് ഒരു ചായ പോലും കൊടുക്കരുത് അമ്മൂമ്മ. ഇവനിപ്പൊ തുടങ്ങിയതൊന്നുമല്ല, ഇത് കുറെ നാളായിട്ട് ഇവൻ ഇങ്ങനെയാണ്. ഒരു കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല, ഒറ്റയ്ക്ക് ഒരു ജോലി ചെയ്യാൻ പറ്റൂല. ആരെങ്കിലും ഒരാൾ ഇവന്റെ പുറകെ ഇങ്ങനെ വാലേ നടക്കണം. എന്താണ് ഇത്? ഇവനൊരു പാഠം പഠിപ്പിക്കണം അമ്മൂമ്മ. പഠിപ്പിക്കുന്നുണ്ട് ഞാൻ. മോനെ കേശു, നീ ഇങ്ങനൊന്നും നടന്നാ പോരാ. അതിനൊക്കെ ജീവിതത്തിലെ കുറച്ചൊക്കെ ഉത്തരവാദിത്തം വേണം. നിനക്കും ഞാൻ എന്ത് ചെയ്ത്? ഞാൻ കുടിച്ച ചായ ഗ്ലാസ് ഒക്കെ അടുക്കള കഴുകി വെക്കാറുണ്ട്. ചായ കുടിച്ച ഗ്ലാസ് കഴുകി കൊണ്ട് വെച്ചായിരുന്നു? വെച്ചായിരുന്നല്ലോ. ഇന്നലെ നീ തുണി കഴുകിയിട്ടായിരുന്നോ? കഴുകിയിട്ടായിരുന്നു. അത് പറക്കിയായിരുന്നോ? ആരാ പറക്കിയത്? ഞാനാ പറക്കൊണ്ടോന്ന് മഴ പെയ്തപ്പം. ഈ മുട്ട് പോലും വയ്യാത്ത ഞാൻ ഓടി മഴ പെയ്തപ്പം. അമ്മൂമ്മ ഇത് മനപ്പൂർവ്വം അമ്മൂമ്മയെ കൊണ്ട് പണി ചെയ്യിപ്പിക്കാൻ വേണ്ടി ചേച്ചി ചെയ്തല്ലേ? മനപ്പൂർവ്വം ഒന്നുമില്ല, ഞാൻ മറന്നുപോയതാ. ഓഹോ, കൊച്ചുങ്ങളായ നിങ്ങൾക്ക് മറവി, ഈ വയസ്സായ എനിക്ക് മറവിയില്ലല്ലോ. ചുമ്മാ അങ്ങ് പറഞ്ഞോളൂ. എന്തെങ്കിലും പറയുമ്പോ മറവിയാന്ന് പറഞ്ഞാൽ മതിയല്ലോ, പിന്നെ ആരും ഒന്നും പറയത്തില്ലല്ലോ. ഇനി ഇതുപോലെ എന്തെങ്കിലും മറന്നു എന്ന് എന്നോട് പറഞ്ഞാല് രണ്ടിനും ഞാൻ ശരിയാക്കും. എന്തുവാടാ? ചേച്ചി കുടിച്ചിട്ട് വെച്ചാ? ഞാൻ ഇന്നത്തെ ദിവസം ചായ കുടിച്ചിട്ടില്ലല്ലോ. ഇന്നലെ കുടിച്ചായിരിക്കുമല്ലോ. ഇന്നലെ കുടിച്ചില്ല. ഇല്ല, ഇവരാമ്മൂമ്മ രണ്ടൂടെ കിടന്നടിക്ക്. ഓ, എന്താ കഥയിലിടണോ? ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.